അറ്റ് ഹോം വീട്ടിൽ ഐ ഡിഡ് നോട്ട് ഹാവ് എനിക്കില്ല. ഐ ഡിഡ് നോട്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കില്ല. എനി ഫ്രണ്ട് ഒരു കൂട്ടുകാരുമില്ല. ടു പ്ലേ കളിക്കാൻ. ടു പ്ലേ വിത്ത് കൂടെ കളിക്കാൻ എന്തില്ല, ഒരു കൂട്ടുകാരുമില്ല. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. ശ്രദ്ധിക്കുക, ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മുത്തച്ഛന് ഇഷ്ടപ്പെടുന്നില്ല. ഡിഡ് നോട്ട് ലൈക്ക് ഇഷ്ടപ്പെടുന്നില്ല. മൈ ഗോയിങ് ഔട്ട് എൻ്റെ പുറത്തേക്ക് പോക്ക്, ഞാൻ പുറത്തേക്ക് പോകുന്നത് ഇഷ്ടമില്ല. ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ മറ്റുള്ള കുട്ടികളോട് കൂടി കളിക്കുന്നത് മുത്തച്ഛന് ഇഷ്ടമില്ല. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. He believed that I would be spoiled if I did so. He believed അദ്ദേഹം മുത്തച്ഛൻ വിശ്വസിച്ചു that I would be spoiled if I did so. ശ്രദ്ധിക്കുക, I would be spoiled. spoil എന്ന് പറഞ്ഞാൽ ചീത്ത കുട്ടിയാവുക, വഷളാവുക എന്നൊക്കെ പറയട്ടോ, spoil. അപ്പോൾ മുത്തച്ഛൻ വിശ്വസിച്ചെന്ത്, I would be spoiled if I did so. ഞാനങ്ങനെ ചെയ്യുകയാണെങ്കിൽ, if I did so, ഞാൻ അതുപോലെ ചെയ്യുകയാണെങ്കിൽ, പുറത്തു പോയി കളിക്കുകയാണെങ്കിൽ ഞാൻ ചീത്ത കുട്ടിയാകുമെന്ന് ആര് വിശ്വസിച്ചു? മുത്തച്ഛൻ വിശ്വസിച്ചു. Other children did not like to come to our house because they were afraid of grandfather. Listen carefully. Other children മറ്റുള്ള കുട്ടികളെ did not like to come, did not like ഇഷ്ടപ്പെടുന്നില്ല, to come വരാൻ, to our house എവിടേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക് മറ്റുള്ള കുട്ടികൾ വരാൻ ഇഷ്ടപ്പെടുന്നില്ല. because കാരണം they were afraid of grandfather. afraid of എന്ന് പറഞ്ഞാൽ പേടിക്കുക. they were afraid of grandfather അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ they were afraid of grandfather മുത്തച്ഛനെ നല്ല പേടിയായിരുന്നു. afraid of grandfather. other children did not like to come to our house ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ മറ്റുള്ള കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നില്ല. because കാരണം they were afraid of grandfather അവരെല്ലാവരും മുത്തച്ഛനെ പേടിയായിരുന്നു. അവർക്കെല്ലാവർക്കും മുത്തച്ഛനെ പേടിയായിരുന്നു. yet എന്നിരുന്നാലും ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ. എങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ നല്ല വെറുപ്പിക്കും ഗ്രാൻഡ് ഫാദർ. എന്നാലും yet എന്നിരുന്നാലും ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ എന്തായിരുന്നില്ല, മുത്തച്ഛനോട് കൂടെയുള്ള ജീവിതം നല്ല ബോറൊന്നും ആയിരുന്നില്ല. ഡൾ എന്ന് പറഞ്ഞാൽ ബോറ് അല്ലെങ്കിൽ മോശം, നല്ല തീരെ മോശമൊന്നും ആയിരുന്നില്ല, അങ്ങനെ ബോറടിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞാലും മുത്തച്ഛനോട് കൂടെയുള്ള ജീവിതം ബോറടിക്കുമായിരുന്നില്ല. നോട്ട് ഡൾ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ. I liked my home and the very large garden all around it. എന്താന്ന് പറഞ്ഞാൽ I liked my home എൻ്റെ വീട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. and the very large garden all around it എൻ്റെ വീടിൻ്റെ ചുറ്റും എന്തുണ്ട്, നല്ല ഭംഗിയുള്ള ഗാർഡൻ ഉണ്ട്. ലിസൺ, വെരി ലാർജ് ഗാർഡൻ ഓൾ അറൗണ്ട് ഇറ്റ് വീടിൻ്റെ ചുറ്റും. അറൗണ്ട് പറഞ്ഞാൽ വീടിൻ്റെ ചുറ്റും എന്തുണ്ട്, ഗാർഡൻ ഉണ്ട്. There were many trees in the garden. There were അവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെ, there were many trees in the garden അവിടെ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ മരങ്ങളാണ്? കോക്കനട്ട് ട്രീ. കോക്കനട്ട് എന്താ, കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞാൽ തെങ്ങ്. പിന്നെ മാംഗോ ട്രീ. മാംഗോ ട്രീ എന്താ, മാങ്ങൻ്റെ മരം എന്ന് പറഞ്ഞാൽ മാവ്. ആൻഡ്
അതർ കൈൻഡ്സ് ഓഫ് ട്രീസ്. അതർ കൈൻഡ്സ് പറഞ്ഞാൽ ഇനങ്ങൾ. കൈൻഡ്സ് ഓഫ് ട്രീ മറ്റുള്ള പല ഇനങ്ങളും. കൈൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇനങ്ങൾ. കൈൻഡ് എന്ന ഇനം കേട്ടോ. കൈൻഡ്സ് ഓഫ് ട്രീ മറ്റുള്ള ഒരുപാട് മരങ്ങളും ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കോക്കനട്ട് ട്രീ തെങ്ങ്, മാംഗോ ട്രീ മാവ്, ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ട്രീ മറ്റുള്ള ഒരുപാട് ഇനങ്ങളും മരത്തിൻ്റെ ഒരുപാട് ഇനങ്ങളും ആ ഗാർഡനിൽ ഉണ്ടായിരുന്നു. There were birds, butterflies and honey bees. Listen carefully. There were അവിടെ ഉണ്ടായിരുന്നു. ബേർഡ്സ് പക്ഷികൾ. പിന്നെ ബട്ടർഫ്ലൈസ് ആര്? പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങൾ. ആൻഡ് ഹണി ബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹണി ബീ തേനീച്ചകളും അവിടെ ഉണ്ടായിരുന്നു. There were birds, butterflies and honey bees. There were many tanks with plenty of fish in them. Listen carefully. There were അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെയും പറഞ്ഞു there were many tanks. ടാങ്കില്ലേ, നമ്മൾ സാധാ ടാങ്ക്. many tanks ഒരുപാട് ടാങ്കുകൾ, വെള്ളത്തിൻ്റെ ടാങ്കുകൾ. വിത്ത് പ്ലൻറ്റി ഓഫ് ഫിഷ്. പ്ലൻറ്റി ഓഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനുകൾ. പ്ലൻറ്റി മീൻസ് സമ്പുഷ്ടമായ എന്നൊക്കെ പറയും കേട്ടോ. പ്ലൻറ്റി ഓഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ അത് പ്രയോഗമാണ്. പ്ലൻറ്റി ഓഫ് ഫിഷ് ഒരുപാട് മീനുകൾ. ഇൻ ദം ആ ടാങ്കിൽ ഉണ്ടായിരുന്നു. ദർ വേർ അവിടെ ഉണ്ടായിരുന്നു. മെനി ടാങ്ക്സ് എന്ത്? ടാങ്കുകൾ ഒരുപാട് ടാങ്കുകൾ ഉണ്ടായിരുന്നു. വിത്ത് പ്ലൻറ്റി ഓഫ് ഫിഷ് ഇൻ ദം അതിലൊക്കെ എന്തുണ്ട്? ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു. കിങ് ഫിഷേഴ്സ്, storks and other water birds came to the tanks to catch the fish. എന്താ പറഞ്ഞത്? കിങ് ഫിഷേഴ്സ് എന്താണ്? എന്താ പറയുക? മീൻ പിടിക്കുന്ന ആ പക്ഷിയില്ല, എന്താ പറയുക? പൊന്മാൻ കേട്ടോ. സ്ട്രോക്സ് കൊക്ക്. കൊറ്റി എന്നും പറയും, കൊക്ക് എന്നും പറയും. എൻ്റെ നാട്ടിലൊക്കെ പറയാം കൊക്ക് എന്നാ പറയാം. സ്ട്രോക്ക് കൊക്കുകൾ. ആൻഡ് അതർ വാട്ടർ ബേർഡ്സ് എന്താ? മറ്റുള്ള വാട്ടർ ബേർഡ്സ് അഥവാ വെള്ളത്തിൻ്റെ പക്ഷികൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനോട് ചേർന്ന് അഥവാ നമ്മുടെ വെള്ളത്തിനോട് ബന്ധപ്പെട്ട പക്ഷികൾ വാട്ടർ ബേർഡ്സ് കെയിം ടു ദ ടാങ്ക്സ് എന്ത് ചെയ്യും? ആ ടാങ്കിലേക്ക് വരും. ടു ക്യാച്ച് ദ ഫിഷ് എന്തിന്? മീൻ പിടിക്കാൻ. നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ടാങ്കുകൾ എവിടെ ഉണ്ട്? ഗാർഡനിലുണ്ടെന്ന്. എന്ത് ചെയ്യും? കിങ് ഫിഷേഴ്സ് പൊന്മാന്, സ്ട്രോക്സ് കൊക്ക്, പിന്നെ അതർ വാട്ടർ ബേർഡ്സ് മറ്റുള്ള വെള്ളത്തിനോട് പറ്റി ജീവിക്കുന്ന പക്ഷികൾ കെയിം ടു ദ ടാങ്കിലേക്ക് വരും. ടു ദ ക്യാച്ച് ഫിഷ് മീൻ പിടിക്കാൻ. ഇൻ എ കോർണർ ഓഫ് ദി കോമ്പൗണ്ട് വാസ് എ grove where trees, shrubs and creepers grew wild. In a corner of the compound നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ. കോർണർ എന്ന കോർണർ കിക്ക് എന്നൊക്കെ പറയില്ല നമ്മൾ. മൂല കേട്ടോ. ഒരു മൂലയിൽ. ഇൻ എ കോർണർ ഓഫ് ദി കോമ്പൗണ്ട് നമ്മുടെ മുറ്റത്തിൻ്റെ. കോമ്പൗണ്ട് പറഞ്ഞാൽ അവരുടെ മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ ഉണ്ട് എന്ത്? ഇൻ എ കോർണർ ഓഫ് ദി കോമ്പൗണ്ട് വാസ് എ grove. ഗ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കാട് കേട്ടോ. ചെറിയ കാട്. എന്തുണ്ട്? മുറ്റത്തിൻ്റെ ചുറ്റുമല്ല ഒരു മൂലയിൽ എന്തുണ്ട്? ഒരു ചെറിയ ഒരു കാടുണ്ട്. വേർ ട്രീസ് അവിടെ എന്തൊക്കെയുണ്ട്? വേർ അവിടെയുണ്ട് എന്തൊക്കെയാണ്? ട്രീസ് എന്തൊക്കെയുണ്ട്? മരങ്ങളുണ്ട്. ഷ്രബ്സ് കുറ്റിച്ചെടികളുണ്ട്. ആൻഡ് ക്രീപ്പേഴ്സ് എന്താ? വള്ളികളുണ്ട്. ഗ്രൂ വൈൽഡ് എന്ന് പറഞ്ഞാൽ നല്ലോണം വളർന്ന. ഗ്രൂ പറഞ്ഞാൽ വളരുക. വൈൽഡ് പറഞ്ഞാൽ വന്യമായ.
അഥവാ ഇവിടെ ഒരുപാട് നല്ല വലിയ വള്ളികളുള്ള ചെടികളുണ്ട്. ഏതൊക്കെയാണ്? ട്രീസ് ഉണ്ട് അവിടെ, ഷ്രബ്സ് കുറ്റിച്ചെടികളുണ്ട്, ക്രീപ്പേഴ്സ് പറഞ്ഞാൽ വള്ളികൾ, അതൊക്കെ എവിടെ ഉണ്ട്? ഈ മുറ്റത്തിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ ഒരു മൂലയിൽ എന്തുണ്ട്? ഇതൊക്കെ അവിടെ ഉണ്ട്. ജാക്കിൾസ്, മാംഗൂസ്, വൈൽഡ് കാറ്റ്സ് ആൻഡ് ഓൾസ് live in the grove. എന്താ പറഞ്ഞേ? ജാക്കിൾസ് എന്താ? കുറുനരികൾ. പിന്നെന്താ? മംഗൂസ് എന്താ? കീരികൾ. വൈൽഡ് കാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാട്ടുപൂച്ചകൾ. ആൻഡ് ഓൾ എന്താ? ഓൾസ് പറഞ്ഞാൽ മൂങ്ങകൾ. ലിവ്ഡ് എവിടെ? ലിവ്ഡ് ഇൻ ദി ഗ്രോവ്. എവിടെ? നമ്മുടെ പറയപ്പെട്ട ആ ചെറിയ കാട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവരൊക്കെ താമസിച്ചിരുന്നു. ആരൊക്കെയാണ്? ഒന്നുകൂടി പറഞ്ഞാണ്. ആരൊക്കെയാണ്? ജാക്കിൾസ് കുറുനരി, മംഗൂസ് കീരികൾ, വൈൽഡ് കാറ്റ് കാട്ടുപൂച്ചകൾ, ആൻഡ് ഓൾസ് എന്താ? ഓൾ എന്ന് പറഞ്ഞാൽ മൂങ്ങകൾ കേട്ടോ. ലിവ്ഡ് ജീവിച്ചു, ഇൻ ദി ഗ്രോവ് എവിടെ? ആ ചെറിയ കാട്ടിൽ ഇവരൊക്കെ അവിടെ ജീവിച്ചു. വി ഹാഡ് മെനി കൗസ്, ബുൾസ് ആൻഡ് ബുള്ളോക്സ്. എന്താ? വി ഹാഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു, മെനി കൗസ് എന്ത്? ഒരുപാട് പശുക്കൾ, പിന്നെ ബുൾസ് ആൻഡ് ബുള്ളോക്സ് കാളകളും മൂരികളും കേട്ടോ. ബുൾസ് പറഞ്ഞ കാളകൾ, ബുള്ളോക്സ് പറഞ്ഞാൽ മൂരികൾ കേട്ടോ. കാളകളും മൂരികളും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. വി ഹാഡ് ഞങ്ങൾക്കുണ്ടായിരുന്നു, മെനി കൗസ് പശുക്കൾ, ബുൾസ് കാളകൾ, ആൻഡ് ബുള്ളോക്സ് എന്താ? മൂരികൾ. ഇവ രണ്ടും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. ലിറ്റിൽ കൗസ് played and ran about in our garden. Listen, little cows എന്താ അറിയോ? ചെറിയ പശുക്കുട്ടികൾ, പ്ലൈഡ് കളിച്ചു, ആൻഡ് റാൻ അബൌട്ട് ഇൻ അവർ ഗാർഡൻ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഗാർഡൻ പൂന്തോട്ടത്തിൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ആര്? കാവ്സ് എന്താ പറഞ്ഞാൽ? അതിന് പറയുന്നത് പശുക്കുട്ടികൾ. CALVES കാവ്സ് എന്താ പറയുക? പശുക്കുട്ടികൾ കേട്ടോ. പ്ലൈഡ് കളിച്ചു, ആൻഡ് റാൻ ഓടുക. എവിടേക്ക്? എബൌട്ട് ഇൻ അവർ ഗാർഡനിൽ എന്ത് ചെയ്യും? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിച്ചു കൊണ്ടേയിരിക്കും. ആര്? ചെറിയ പശുക്കുട്ടി എന്താ പറയുക? കാവ്സ് കേട്ടോ. I like to play with the cows and I like to watch the birds in the garden. ശ്രദ്ധിക്കും. I like to play with the cows. എന്താണ്? I like ഞാൻ ഇഷ്ടപ്പെടുന്നു, to play കളിക്കാൻ, with the cows. എന്താ cows എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളോട് കൂടെ കളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആൻഡ് I like to ഞാൻ ഇഷ്ടപ്പെടുന്നു, to watch നിരീക്ഷിക്കാൻ, കാണാൻ, ദ ബേർഡ്സ് ഇൻ ദി ഗാർഡൻ എന്ത്? പൂന്തോട്ടത്തിലെ പക്ഷികളെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടം. ഐ ലൈക്ക് ടു വാച്ച്. വാച്ച് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക, കണ്ടുകൊണ്ടിരിക്കുക. ദ ബേർഡ്സ് പക്ഷികളെ, ഇൻ ദി ഗാർഡൻ പൂന്തോട്ടത്തിലുള്ള പക്ഷികളെ കണ്ടുകൊണ്ടിരിക്കാനും എനിക്ക് ഇഷ്ടമാണ്. I looked for jackals coming out of the grove. എന്ത് ചെയ്യും? I looked for jackals ഞാൻ എന്ത് ചെയ്യും? കുറുനരികൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കമ്മിങ് അതിങ്ങനെ വരും, ഔട്ട് ഓഫ് ദി ഗ്രവ് എവിടുന്ന്? പുറത്തേക്ക് ഇങ്ങനെ വരുന്ന എന്ത് ചെയ്യും? ഞാൻ നോക്കും. എവിടുന്ന്? നമ്മളതില്ലേ, ഏത്? ചെറിയ വനം നമ്മൾ പറഞ്ഞില്ലേ, ആ വനത്തിൽ നിന്നും പുറത്തേക്ക് കുറുനരികൾ വരുന്നത് ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. ഐ ലുക്ക്ഡ് ഫോർ ജാക്കിൾസ് ഞാൻ എന്ത് ചെയ്യും? കുറുനരികളെ നോക്കിക്കൊണ്ടിരിക്കും. കമ്മിങ് വരുന്നത്, ഔട്ട് ഓഫ് ദി ഗ്രവ് എവിടേക്ക്? ആ ചെറുവനത്തിൽ നിന്നും
പുറത്തേക്ക് വരുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. I ran after mongoose and I caught butterflies and reptiles. എന്താണത്? I ran, ഞാൻ ഓടി, ആഫ്റ്റർ മംഗൂസ്, എന്ത്, കീടികളുടെ പിന്നാലെ ഞാനിങ്ങനെ ഓടും. റൺ എന്ന് പറഞ്ഞാൽ ഓടി, ഞാൻ ഓടുമായിരുന്നു. ആൻഡ് ഐ കോട്ട്, ഞാൻ പിടിച്ചു, ആരെ? ബട്ടർഫ്ലൈസ്, ചിത്രശലഭങ്ങൾ, പൂമ്പാറ്റകളെ ഞാൻ പിടിച്ചു. ആൻഡ് റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരകങ്ങൾ. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഉരകം പറഞ്ഞാൽ ഇഴഞ്ഞു പോകുന്ന ജന്തുക്കൾ, അതാണ് റെപ്റ്റൈൽസ് കേട്ടോ. അവരൊക്കെ എന്ത് ചെയ്യും? ഞാൻ പിടിക്കും. റേൻ, ഞാൻ ഓടും, കീരിൻ്റെ പിന്നാലെ ഞാൻ ഓടും. പിന്നെ പൂമ്പാറ്റകളെയും അതേപോലെ ഇഴഞ്ഞു പോകുന്ന ജന്തുക്കളെയും ചെറിയ ചെറിയ പുഴുക്കൾ അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യും? ഞാൻ പിടിക്കുകയും ചെയ്യും. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഉരകങ്ങളെ, ഇഴഞ്ഞു പോകുന്ന ജന്തുക്കൾ ട്ടോ, റെപ്റ്റൈൽസ്. ഗാർഡിയൻ, രക്ഷകർത്താവ്. റെസ്പെക്റ്റ്, ബഹുമാനിക്കുക. റെസ്പെക്റ്റ്, ബഹുമാനിക്കുക. അഡ്വൈസ്, ഉപദേശിക്കുക. അഡ്വൈസ്, ഉപദേശിക്കുക. ഷാഡോ, നിഴൽ. ഷാഡോ, നിഴൽ. സ്പോയിൽ, ചീത്തയാക്കുക, വഷളാക്കുക, ചീത്തയാക്കുക. ഹണി ബി, തേനീച്ച. ഹണി ബി, തേനീച്ച. കിങ്ഫിഷർ, പൊന്മാൻ. കിങ്ഫിഷർ, പൊന്മാൻ. സ്റ്റോക്ക്, കൊക്ക്. സ്റ്റോക്ക്, കൊക്ക്. ഗ്രോവ്, ചെറിയ കാട്. ഗ്രോവ്, ചെറിയ കാട്. ഷ്രബ്, കുറ്റിച്ചെടി. ചെറിയ ചെടി, കുറ്റിച്ചെടി, ഷ്രബ്. ക്രീപ്പർ, വള്ളി. ക്രീപ്പർ, വള്ളി, വള്ളി. ജാക്കിൾസ്, കുറുനരി. ജാക്കിൾ, കുറുനരി. മാംഗൂസ്, കീരി. മാംഗൂസ്, കീരി. ഓൾ, മൂങ്ങ. ഓൾ, മൂങ്ങ. കാവ്, പശുക്കുട്ടി. റെപ്റ്റൈൽ, ഇഴജന്തുക്കൾ. റെപ്റ്റൈൽ, ഇഴജന്തുക്കൾ. ഈ വാക്കുകളെല്ലാം നമ്മൾ ഇതുവരെ എടുത്ത പാഠഭാഗത്തിലെ വാക്കുകളാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഇത് പഠിക്കുക.